അപ്പോൾ ഇതെല്ലാവർക്കും മറ്റൂസ് മാജിക്കൽ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് ബാക്കിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കായിട്ട് വെറൈറ്റി ആയിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാം. എഗ്ഗും ഒനിയനും ടൊമാറ്റോയും ഒക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ഇഡ്ഡലി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ, വെറൈറ്റി ആയിട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് സവോള വേണം, തക്കാളി വേണം, പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ 2 മുട്ട വേണം. പിന്നെ എരിവിന് ഞാൻ പച്ചമുളക് ഇവിടെ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം കുട്ടികൾ കഴിക്കണതാണല്ലോ വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഓനിയൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളിയും കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇഡ്ഡലി ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ചെറിയ കുട്ടിയാണെങ്കിൽ ഇഡ്ഡലി അത്ര ഇഷ്ടമുള്ള കുട്ടിയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എഗ്ഗുള്ള കാരണം പ്രോട്ടീനും ആയി എല്ലാം ആയി കഴിക്കണമുണ്ട്. ഉപ്പുമാവാണെന്ന് വെച്ചാൽ ആണ്, അല്ല എന്ന് വെച്ചാൽ അല്ല, അങ്ങനെ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കത് ഇഷ്ടപ്പെടും. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് ചേർക്കാം കേട്ടോ. എരിവ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ചെറിയ കുട്ടി അത്ര എരിവ് കഴിക്കില്ല, മൂത്ത കുട്ടി കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് ചേർക്കാഞ്ഞത്. അപ്പോൾ ഞാനിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇഡ്ഡലി ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക, അധികമായിട്ട് ചേർക്കരുത്. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ഞാനിതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച്, അതായത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 or 4 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ, കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ ഞാൻ 2 മുട്ടയൊക്കെ ഒഴിച്ചിട്ട് നന്നായി കുത്തി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എഗ് ബുർജിയുടെയൊക്കെ ഒരു മോഡലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതേ ഇതുപോലെ നന്നായിട്ടൊന്ന് കൊത്തി പൊരിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട തയ്യാറായതിനു ശേഷം നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിട്ടുള്ള ഇഡലിയും കൂടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ചെറിയ ചെറിയ പീസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടി ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇതേ നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. എന്താ പേരിടാ, എഗ് ഇഡ്ഡലി ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പൂനാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. Supera